എന്നിട്ട് അവന്റെ സംശയത്തിന് ആക്കം കൂട്ടാൻ അവൻ കാണേ 1-2 വട്ടം ആ വീടിന്റെ പരിസരത്ത് ഞാനൊന്ന് റൗണ്ട് അടിക്കും. രാത്രിയിലും പകലുമെല്ലാം എന്നെ സംശയാസ്പദമായ രീതിയിൽ കണ്ടാൽ ഏത് നിർഗുണ പരബ്രഹ്മമായ ഭർത്താവും സ്വന്തം ഭാര്യയെ സംശയിച്ചു തുടങ്ങും. ആ സംശയത്തിന്റെ തീപ്പൊരി ഞാൻ അങ്ങ് ആളി കത്തിച്ച് ഒരു കാട്ടു തീയാക്കും. അതോടെ മാളവിക മുരളിയും ജോബിൻ അലക്സും തമ്മിലുള്ള വിവാഹബന്ധം സ്വാഹ. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് മാളവിക മുരളി ഈ അരുൺ ഭാസ്കറിന്റെ ടേബിളിൽ വരും. അന്നവൾ അറിയും എന്റെ യഥാർത്ഥ മുഖം. എന്നാ ദീർഘവിഷ്ണുവാടാ നിന്റെ? നമിച്ചളിയാ, നമിച്ച്. അല്ലളിയാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? നീ ചോദിക്കും. എടാ, നമ്മൾ ഈ ഷേക്സ്പിയർ ഡ്രാമയിൽ പഠിച്ച ഇയാഹോ എന്ന ക്യാരക്ടറില്ലേ, ആ തളിയനെ മനസ്സിൽ കണ്ടാണോ ഷേക്സ്പിയർ ചാമ്പിയതെന്ന് എനിക്കൊരു സംശയം. അതെടാ, മുഖത്ത് നോക്കി പ്രണയം നിഷേധിക്കപ്പെടുന്ന ഏതൊരാണിലും ഒരു ഇയാഗോ ഒളിഞ്ഞിരിപ്പുണ്ട്. തരം കിട്ടിയ അവളുടെ ഒഥല്ലയോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളെ കൊല്ലാനോ സ്വന്തമാക്കാനോ അവസരം കാത്തിരിക്കുന്ന ഒരു ഇയാഗോ. എന്താ അളിയന്റെ ഉദ്ദേശം? സ്വന്തമാക്കാനോ അതോ കൊല്ലാനോ? അത് സമയാവട്ടെ, അപ്പോ പറയാം. ഷടാ, എന്നാൽ ഇതൊക്കെ ഒന്ന് നടന്നു കാണാൻ ഇനി ആ ഡോക്ടറും മാളവികയും മധുവിധു കഴിഞ്ഞും വരുന്നിടം വരെ കാത്തിരിക്കണമെന്ന് ആലോചിക്കുമ്പോഴാ ഒരു വൈക്ലഭ്യം. ആ, അവള് വരട്ടെ, അതിനുവേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. അല്ല ബ്രോ, അളിയൻ നേരത്തെ പറഞ്ഞ ആ ചെല്ലക്കിളിയുടെ വീട് എവിടെയാണെന്നറിയോ? ഏത് ചെല്ലക്കിളി? നമ്മുടെ അപ്പുവിന്റെ ചെല്ലക്കിളി. മോനെ സാംകുട്ടി, എന്താണ് ഒരു പിരിയിളക്കം പോലെ? അല്ല ബ്രോ, ഞാനുണ്ടല്ലോ അങ്ങനെ ഒരു പെണ്ണിനെ ഇതുവരെ അടുത്ത് കണ്ടിട്ടില്ല. നീ ഇപ്പോ ആ കാര്യം പറഞ്ഞപ്പോ ഒരു ഇൻട്രസ്റ്റ്. നമുക്കൊന്ന് പോയി മുട്ടിയാലോ? നീ മുട്ടിക്കോ, ഞാൻ അതിനുവേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി തരാം. പക്ഷെ പകരം എന്നെ നീ ചില കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഏറ്റോ? ഏറ്റു. ഡൺ. പണിക്കർ സാർ ആളെ സ്മാർട്ടായല്ലോ. എങ്ങനെയുണ്ട് പണിക്കർ സാർ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടമായോ? അതൊക്കെ ഇഷ്ടമായി. പക്ഷേ ഡോക്ടർ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? അത് ശരി, അപ്പൊ ഡോക്ടർ അതൊക്കെ മറന്നോ? ആതിരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞല്ലേ? എടോ, താനും കേട്ടതല്ലേ? അതെ. ആ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആതിരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 1-2 ദിവസം കഴിയട്ടെ. അതെന്തിനാ അത്രയും ലേറ്റ് ആക്കുന്നേ? മോള് വീട്ടിൽ തനിച്ചാ? അത് ഓർത്ത് വീപ്പി ടെൻഷൻ ആവണ്ട, ഡേസി ഉണ്ടല്ലോ അവിടെ. പണിക്കർ സാറിന് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? വരൂ, എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാമല്ലോ. വരൂ വരൂ. വാ വീപ്പി, ഞാൻ വന്നു. ശരിയില്ല, വാ. ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ മെമ്പറിനെ കൂടി, ഒന്നല്ല 2 പുതിയ ഫ്രണ്ട്സിനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇത് മിസ്റ്റർ വിജയ് പണിക്കർ. ആള് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഭയങ്കര കക്ഷിയാ. ഒരുപാട് പേരെ പഠിപ്പിക്കുകയും ജീവിതം നല്ല രീതിയിൽ നയിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരാളാ പണിക്കർ. പണിക്കർ സാറിന്റെ സഹായം വേണമെങ്കിൽ നിങ്ങൾക്കും ആവശ്യപ്പെടാം. ഇത് ഗീതാലക്ഷ്മി, പണിക്കർ സാറിന്റെ മിസ്സിസാ. ഇവർ രണ്ടുപേരും കുറച്ചു ദിവസം നമ്മുടെ കൂടെ കാണും. സർ, ഇത് രഘുമണി, വലിയ ക്രിക്കറ്ററാ. ഇത് മണിക്കുട്ടൻ, ഇത് കുരുവിള. കുരുവിള ഭയങ്കര മമ്മൂട്ടി ഫാനാ. അത് രേണുക, രേണുക ടീച്ചർ. അത് അൻപുമണി, അത് ഐശ്വര്യ, അത് രവീന്ദ്രൻ. ഡോക്ടർ വെയിറ്റ്. ഇതാരാന്നാ പറഞ്ഞത്? ഇതോ ആ, രേണുക ടീച്ചറായിരുന്നു. ഓ, ടീച്ചറായിരുന്നു. ഇനി പരിചയപ്പെടലൊക്കെ പിന്നെ. പണിക്കർ സാറേ, ഇവർക്ക് എന്തെങ്കിലും സംശയമോ കൺഫ്യൂഷനോ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെന്താ? എന്നാ VP ഇരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ല, നമ്മുടെ ആതിരയുടെ കാര്യം അതൊക്കെ നമുക്ക് ശരിയാക്കാം. VP ഇരിക്കെ. VP ഇരിക്കെ. ഡോക്ടർ മറക്കരുത്. അതൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചോളാം. ഡോക്ടർക്ക് മറവിയുള്ളതാ. ഓർമ്മിപ്പിച്ചോളാന്നേ. ആ. ഡോക്ടർ, ആ, ഗീത മാഡം വരൂ, ഇരിക്കെ. ഇന്നലെ പിന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഇപ്പൊ സുഖമായിട്ട് ഇറങ്ങി. ഇനി ആളിൽ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഈ പുതിയ അറ്റ്മോസ്ഫിയറുമായി പണിക്കരൊന്ന് പൊരുത്തപ്പെട്ട് തുടങ്ങട്ടെ ആദ്യം. പക്ഷെ ഡോക്ടർ, VPയുടെ മനസ്സിൽ ഇപ്പോഴും ആതിരെ കാണണമെന്ന് തന്നെയാ. ഇന്നലെ ഞാൻ വന്നപ്പോഴും ഇന്ന് ഉണർന്നപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാ VP സംസാരിക്കുന്നത്. അത് കാര്യമൊക്കെ ഇന്നലെ അവിടം വിട്ട് ആളിങ്ങോട്ട് പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോ ആ ഓർമ്മ പരിസരത്ത് നിന്നുള്ള ചില റിഫ്ലക്ഷൻസ് കുറച്ച് ദിവസങ്ങൾ കൂടി സസ്റ്റെയിൻ ചെയ്തെന്നിരിക്കും. പിന്നെ ക്രമേണ പണിക്കരത് മറന്നു തുടങ്ങിയേക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഡോക്ടർ തോന്നുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ VPക്ക് ആ കുട്ടിയോട് തോന്നി തുടങ്ങിയത് പോലെയാണ്. ഇന്നലെ കണ്ടപ്പോൾ തന്നെ ആതിരയുടെ കാര്യം ആദ്യം ചോദിച്ചത്. ആ കുട്ടി ഒപ്പം കൂട്ടാത്തതിന് എന്നെ വഴക്കുറയും ചെയ്തു. പിന്നെ ഞാൻ ഫോണിൽ ആതിരയെ വിളിച്ചു കൊടുത്തതിന് ശേഷമാണ് VP സമാധാനമായിട്ട് ഉറങ്ങാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്റർ പണിക്കരുടെ ഉപബോധ മനസ്സ് ഇപ്പൊ പല ഓർമ്മകളും വ്യക്തികളും ചേർന്നുള്ള ഒരു കൊളാഷ് പോലെ. ആ സങ്കലനത്തിൽ നിന്ന് ചില രൂപങ്ങളും വ്യക്തികളും ചില നേരത്തേക്ക് VPയുടെ ബോധ മനസ്സിലേക്ക് കടന്നു വരുന്നു. അവിടെ VP അവരെക്കുറിച്ച് കൺസേൺ ഉള്ള വ്യക്തിയാവുന്നു. ആ കൂട്ടത്തിൽ അപൂർവയും മാളവികയും അപ്പു, ഈ പറഞ്ഞ ആതിരയും ഒക്കെ കടന്നു വരാം. അടുത്ത നിമിഷത്തിൽ ബോധപൂർവമോ അല്ലാതെയോ അവർ മാഞ്ഞു പോവുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അന്ന് മാളവികയെ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങിയ പണിക്കർ പിറ്റേന്ന് മുതൽ ആ കുട്ടിയുടെ കാര്യം അന്വേഷിക്കുകയോ കാണാൻ ആവശ്യപ്പെടുകയോ ചെയ്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, പണിക്കരുടെ കൺസേൺ ടൈം റിലേറ്റഡ് ആണ്. ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ ആ വ്യക്തികളോ അവരെക്കുറിച്ചുള്ള ഓർമ്മകളോ അയാളിൽ തങ്ങി നിൽക്കുന്നില്ല. ഒരു ഗ്ലോബ് നമ്മൾ അതിൻ്റെ ആക്സിൽ നമ്മൾ കറക്കി നോക്കുന്നത് പോലെ പിന്നെ എപ്പോഴെങ്കിലും ആവാം അവയൊക്കെ പണിക്കരുടെ മനസ്സിൽ തെളിയുന്നത്. ഓർമ്മകളുടെ ഒരു തുടർച്ചയാണ് പണിക്കരിൽ നമുക്ക് ആദ്യം രൂപപ്പെടുത്തേണ്ടത്. അപ്പോ ആതിരയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? എന്നല്ല, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന പറയുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അപ്പപ്പോ സാറ്റിസ്ഫൈ ചെയ്യാൻ നിന്നാൽ പണിക്കരിലെ പിടിവാശിക്കാരനായ അച്ഛനും ഭർത്താവും കൂടുതൽ അടമന്റ് ആവുകയേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആതിരയെ 3-4 ദിവസം VPയുടെ കാഴ്ചയിൽ നിന്നും മറച്ചു പിടിക്കുന്നു. ആ ഒരു ടൈം ഡ്യൂറേഷൻ VP എങ്ങനെ തരണം ചെയ്യുന്നു എന്നറിയട്ടെ ആദ്യം. നമ്മൾ പറയുന്ന ഈ സമയം കഴിഞ്ഞിട്ടും പണിക്കരുടെ മനസ്സ് ആ കുട്ടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ then no problem, നമുക്ക് ആതിരയെ കൊണ്ടുവരാം.
എന്താ അതുപോലെ? മതി ഡോക്ടർ. ഞാൻ ആ കുട്ടിയോട് വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ VP എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് എത്താനുള്ളൊരു സൗകര്യത്തിന്. മാഡം പേടിക്കണ്ട. ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നും പണിക്കരിൽ നിന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പണിക്കരേക്കാൾ പ്രശ്നക്കാരായിരുന്നു ഇവിടുത്തെ പല ഇൻമേൻസും ഇവിടെ വരുമ്പോൾ. പക്ഷേ ഇവിടെ അവർ ഹാപ്പിയാണ്. ഗീതാ മാഡത്തിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ബോധ്യപ്പെട്ടില്ലേ? ശരിയാണ് ഡോക്ടർ. ഇവിടുത്തെ ഇൻമേറ്റ്സിനെ കണ്ടിട്ട് അവരാരും പേഷ്യൻസ് ആണെന്ന് തോന്നുകയില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ മാഡം. അവരെ ആരെയും ഇവിടെ പേഷ്യൻ്റായിട്ട് കാണാറില്ല. ഓൺലി ഇൻമേറ്റ്സ്. ഏതോ ഒരു യാത്രയിൽ എവിടെയോ ഒരിടത്ത് കുറച്ചു കാലം തങ്ങി എങ്ങോട്ടോ പിരിഞ്ഞു പോകുന്നതിനിടയിലുള്ള ഒരു കൊച്ചു വിശ്രമത്താവളം. അതാണ് മനസ്സ്. ഈ മതിൽക്കെട്ടിനുള്ളിൽ അവരെല്ലാം സ്വതന്ത്രരാണ്, സന്തുഷ്ടരും. പണിക്കരിലും അതിൻ്റെ മാറ്റം മാഡത്തിന് ഉടൻ ഫീൽ ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. ഇവിടുത്തെ ഇൻമേറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഒരു ലേഡിയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു രേണുകയെ. അതെ, നമ്മുടെ രേണുക ടീച്ചർ. ടീച്ചറിന് ഞാൻ അവരെ വെറുതെ വിളിക്കുന്നതാണ് കേട്ടോ. അവർക്കൊരു ടീച്ചർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിനുള്ള ക്വാളിഫിക്കേഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദുരന്ത പ്രണയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിപ്പോയി. പാവം. ആ ഷോക്ക അവരിവിടെ എത്തിച്ചത്. അല്ല, ഗീതാ മാഡം എന്താ രേണുകയെ കുറിച്ച് ചോദിച്ചത്? ഒന്നുമില്ല ഡോക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ അവരെ കണ്ടപ്പോൾ പേഷ്യൻ്റ് ആണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അവർക്ക് പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഓരോ മനുഷ്യരും ഓരോ കഥയല്ലേ മാഡം. ചിലരത് വിജയകരമായി എഴുതി പൂർത്തിയാക്കുന്നു. ചിലരത് വെട്ടിയും തിരുത്തിയും വീണ്ടും എഴുതി എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇനിയൊരു കൂട്ടരാവട്ടെ എഴുതി തുടങ്ങുകയും ചെയ്ത് എന്നാൽ ഒരിക്കലും പൂർത്തിയാക്കാനാവാതെ പകുതിയിൽ കഥ മറന്ന് വഴിമുട്ടി നിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മനസ്സുകൾ ഇവിടെ അഭയം തേടിയെത്തുന്നത്. ഓട്ടെ ഡോക്ടർ. എക്സ്ക്യൂസ് മീ. എന്താ സാർ? ഇവിടെ ഈ റീഡിംഗ് റൂം എവിടെയാ? നേരെ പോയി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാ മതി സാർ. ഞാൻ കൂടി വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. അല്ല, ഈ ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് പോവല്ലേ? ഓക്കെ. അതെ സാർ. മഹി, മഹേന്ദ്രൻ. എന്നെയാണോ വിളിച്ചത്? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്നെയാണോ വിളിച്ചതെന്നാ ചോദിച്ചത്? നിങ്ങളെ അല്ലെങ്കിൽ പിന്നെ പേര് കേട്ടപ്പോ നിങ്ങളെന്താ നിന്നത്? സോറി, എന്റെ പേര് വിജയ് പണിക്കർ എന്നാ. നിങ്ങൾ എന്നെ പേര് മാറി വിളിച്ചായിരിക്കും തോന്നി. മാറ്റിക്കോ. പേരോ നക്ഷത്രമോ എന്തിന്? രൂപം തന്നെ മാറ്റിക്കോ. പക്ഷെ ഏത് ഇരുട്ടി കണ്ടാലും എനിക്ക് തിരിച്ചറിയാം മഹിയെ. കീഴൂർ തെക്കതിൽ മനയിൽ രാമനാഥവർമ്മയുടെ മകൻ മഹേന്ദ്രവർമ്മ എന്ന മഹി. ഇനി അയാൾ അല്ലെന്ന് സ്ഥാപിക്കാൻ എന്ത് നുണ പറയണമെന്ന് ആലോചിക്കുകയായിരിക്കും. ബുദ്ധിമുട്ടണമെന്നില്ല. ഒപ്പം ഒരാളുണ്ടെന്ന് മനസ്സിലായി. ശല്യപ്പെടുത്തില്ല. അതോർത്ത് വിഷമിക്കണ്ട. നിൽക്കൂ. സത്യമായിട്ടും നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ വിജയ് പണിക്കർ. മഹി, വേണ്ട. നിങ്ങൾ കള്ളം പറഞ്ഞ് എന്റെ മുന്നിൽ അഭിനയിക്കണ്ട. മഹി അല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പോരെ? ബുദ്ധിമുട്ടിച്ചതിൽ മാപ്പ്. പക്ഷേ എന്നെ വിശ്വസിപ്പിച്ചു എന്ന് വിചാരിക്കരുത്. BP ഇവിടെ നിൽക്കുകയായിരുന്നോ? ഗീത, ഞാൻ വേറെ ഏതോ ഒരാളാണെന്ന് വിചാരിച്ച് ഈ സ്ത്രീ എന്നെ എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നേ. നിങ്ങൾക്ക് BP നേരത്തെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ?
കുറച്ചു നേരമായി വീപ്പയെ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാനും കാണുന്നുണ്ട്. എന്താ പരിചയമുണ്ടോ? എന്താ ഗീത ഇവരിങ്ങനെ? ഛേ, അവരുദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് എന്താ മനസ്സിലാവാത്ത? തലയ്ക്ക് സുഖമില്ലേ അവർക്ക്? ആ പോട്ടെ, സാരമില്ല. വീപ്പി വാ. അല്ല, ഞാൻ റീഡിംഗ് റൂമിൽ പോവാൻ ഇറങ്ങിയതാ. അതൊക്കെ പിന്നെ പോവാം. വാ അപ്പൊ റീഡ് ചെയ്യാൻ വാ വീപ്പി. ആ നീ ഇറങ്ങിയോ? ആതിര എവിടെ? ആ കുട്ടി റെഡി ആയില്ലേ? ഞാൻ റെഡി ആന്റി. ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്ന കാര്യം ചേട്ടനെ വിളിച്ച് പറയുമായിരുന്നു. എത്ര മണിക്കാ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്? ഉച്ച കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും ചെന്നോളാൻ പറഞ്ഞു ഡോക്ടർ. ഇപ്പോ അങ്ങനെ കാര്യമായ പെയിനൊന്നുമില്ലല്ലോ അല്ലേ? ഓൾമോസ്റ്റ് ഓക്കെയാണ്. അതുകൊണ്ടാ സർജറിയുടെ കാര്യം നേരിട്ട് പോയെന്ന് സംസാരിക്കാന്ന് വെച്ചത്. ഡോക്ടർ ഓക്കെ പറഞ്ഞ സർജറി ഉടനെ തന്നെ നടത്താനാണോ നിന്റെ തീരുമാനം? അതെ ആന്റി. ഇനിയും അത് ലേറ്റ് ആക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്റെ അഭിപ്രായവും അത് തന്നെയാ. അപ്പോ വിജയ് ഇവിടെ ഉള്ളപ്പോ സർജറിക്ക് പറ്റിയ ഒരു സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോ. അതുമാത്രമല്ല, വിജയെ തനിച്ചാക്കി ഗീതയ്ക്ക് നിന്റെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സമയം രണ്ടു കൂട്ടർക്കും പരസ്പരം ബുദ്ധിമുട്ടില്ലാതെ വിനിയോഗിക്കാനും പറ്റും. നിന്റെ കാര്യം മാനേജ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അല്ലേ മോളെ? അതെ, ശരിയാ. സർജറി കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സഹായമുള്ളത് നല്ലതാ. അല്ലപ്പോ ഗീതയോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കണ്ടേ? വേണം ആന്റി. ആദ്യം ഡോക്ടർ എന്ത് പറയുന്നു നോക്കട്ടെ, എന്നിട്ട് അമ്മയോട് പറഞ്ഞാ പോരെ? ശരിയാ. അല്ലെങ്കിൽ തന്നെ നിന്റെ അമ്മയ്ക്ക് ടെൻഷൻ അടിക്കാൻ ഈ ഒരു കാരണം മതി. ആദ്യം നിങ്ങൾ പോയിട്ട് വാ. ഡോക്ടർ എസ് പറഞ്ഞാൽ മാത്രം ഗീതയെ അറിയിച്ചാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ആന്റി. ശരി, പോയിട്ട് വാ. മുരളി അങ്കിളാണല്ലോ. അങ്കിൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു നാളായല്ലോ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് അതിലും കൂടുതൽ നാളായി. എന്നിട്ടെന്താപ്പൂ നീ അത് ചോദിക്കാത്തത്? ഗീത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അശ്വതിക്ക് ഉറപ്പായിട്ടും ആ ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നേനെ. അത് നേരാ പറഞ്ഞത്. പക്ഷെ ഗീതേച്ചിയുടെ സ്വഭാവം വെച്ച് അതിന് പോലും പരാതി ഉണ്ടാവില്ല. അപ്പോ എവിടെയോ പോകാൻ ഇറങ്ങിയാന്ന് തോന്നുന്നു. അതെ അങ്കിൾ, ഞങ്ങള് ഹോസ്പിറ്റലിലോട്ടൊന്ന് ഇറങ്ങിയതാ. എവിടെയാ? ഈ പീരീഡത്തേക്കാ? അല്ല അങ്കിൾ, എന്റെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ. ഓ, സർജറി എന്നത്തേക്ക് നടത്താൻ പറ്റുമെന്നൊന്ന് അറിയണം. ഇതാണോ നിന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞത്? അതെ ആന്റി. എന്താ കുട്ടിയുടെ പേര്? ആതിര. ആതിരയ്ക്ക് ഇവരാരാണെന്ന് മനസ്സിലായോ? മാളവികയുടെ. ആ അത് തന്നെ. അപ്പൊ ഞങ്ങളെ കുറിച്ച് അപ്പു സകല ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അതില് ഞാൻ വെറും കൂട്ടുപ്രതിയാട്ടോ. മെയിൻ പ്രതി ഡെയ്സി ആന്റിയാ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. അതിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടോ മുരളി? ഹേയ്, എന്തു കുഴപ്പം? കല്യാണം കഴിയുന്നവരെ നിന്റെ സ്ഥാനം ഞങ്ങളുടെ മാളൂനായിരുന്നു. രണ്ടുപേരും ആളും നിഴലും പോലെയായിരുന്നു. അല്ല, രണ്ടാളും എന്താ പതിവില്ലാതെ? ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പു. ആ, അശ്വതിയുടെ ഡോക്ടറെ ഒന്ന് കാണണം. ഓ, പിന്നെ അല്ലാതെ ഒന്ന് രണ്ടിടത്തൂടെ കയറാനുണ്ട്. കൂട്ടത്തിൽ ഇവിടെ കയറി ടീച്ചറിനെ അപ്പുവിന്റെ ഫ്രണ്ടിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അല്ല, തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ, ടീച്ചറുണ്ടല്ലോ ഇവിടെ. ആ ശരി അങ്കിൾ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ശരി ആന്റി. ശരി. ശരിക്കും പെൺകുട്ടിയെ പോലെ തന്നെയുണ്ട് അല്ലേ ടീച്ചറെ? പെൺകുട്ടിയെ പോലെയെന്നല്ല അശ്വതി, ആതിര ശരിക്കും പെൺകുട്ടി തന്നെയായിപ്പോ.